ഈ ഋഗ്വേദത്തിന്റെ അല്ലെങ്കിൽ വേദകാലഘട്ടത്തിന്റെ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് മഹാഭാരതത്തിന്റെ ഭൂമിശാസ്ത്രത്തിലേക്ക് എത്തുമ്പോൾ അതിനിടയ്ക്ക് രാമായണം ഉണ്ടല്ലേ? രാമായണം അതിനിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ രാമായണത്തിന്റെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ചേഞ്ചസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഋഗ്വേദത്തിൽ ഇതിഹാസങ്ങളുള്ള 2 രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അത് 10-ാം മണ്ഡലത്തിലാണ് പറയുന്നത്. 10-ാം മണ്ഡലം എന്ന് പറയുന്നത് ഒരു 2000 BC മുതൽ 1900 BC വരെ കാലഘട്ടത്തിൽ, ആ ഋഗ്വേദത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് 10-ാം മണ്ഡലം രചിക്കപ്പെട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഒരു ഋഗ്വേദത്തിന് തന്നെ റിലീജിയസ് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു ഫിലോസഫി, തത്വശാസ്ത്രത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത സൂക്തങ്ങളെല്ലാം 10-ാം മണ്ഡലത്തിലാണുള്ളത്. ഉദാഹരണത്തിന് പുരുഷ സൂക്തം, നസതീയ സൂക്തം, പിന്നെ ഹിരണ്യഗർഭ സൂക്തം, അങ്ങനെയുള്ള സൂക്തങ്ങളെല്ലാം 10-ാം മണ്ഡലത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള രാജാക്കന്മാരെ കുറിച്ച് പറയുന്നത് ഒന്ന് ശന്തനു മാത്രമല്ല, ശന്തനുവിൻ്റെ സഹോദരൻ ദേവാബി, ഈ രണ്ട് പേർ, അതായത് ഈ 2 രാജാക്കന്മാരെ കുറിച്ചും, ഒരാൾ രാജാവല്ല, ആൾ രാജ്യം ഉപേക്ഷിച്ച് സന്യാസിയായി. അപ്പോൾ ഈ ദേവാബിയെ കുറിച്ച് പറയുന്നത് ശന്തനുവിൻ്റെ മറ്റേ പ്രീസ്റ്റ്, പുരോഹിതൻ എന്നുള്ള രീതിയിൽ ദേവാബിയെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടുപേരും ബ്രദേഴ്സ് ആണെന്നുള്ള കാര്യം പറയുന്നില്ലെങ്കിലും ശന്തനു രാജാവും ദേവാബി ശന്തനുവിൻ്റെ ഒരു പ്രീസ്റ്റാണ് അല്ലെങ്കിൽ പുരോഹിതനാണെന്ന് വ്യക്തമായിട്ട് തന്നെ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. അതേ അവസ്ഥയിൽ തന്നെ മഹാഭാരതത്തിലും കാണുന്നു. ഇനി രണ്ടാമത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വളരെ അതിശയം വരും. രാമനെ തന്നെയാണ് പറയുന്നത്. രാമനെ തന്നെ ഈ 10-ാം മണ്ഡലത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ആണിക്കല്ല് അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലമാണ്. ഇപ്പോൾ രാമനെക്കുറിച്ചും പരാമർശം 10-ാം മണ്ഡലത്തിലുണ്ട്, ചന്ദ്രനെ കുറിച്ചും ഉണ്ട്, ചന്ദ്രൻ്റെ സഹോദരനെ കുറിച്ചും പരാമർശമുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഈ ഋഗ്വേദത്തിനെ കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ കണ്ടിന്യൂറ്റിയാണ് രാമായണത്തിൻ്റെ ജിയോഗ്രഫി ഓഫ് രാമായണം എന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ ഋഗ്വേദത്തിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ജിയോഗ്രഫി ഓഫ് മഹാഭാരതം. അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനതിന് ട്രയലോജി എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ 3 പുസ്തകങ്ങൾ ഒരുമിച്ച് അതിൻ്റെ എപ്പിസോഡിക്കലായിട്ടാണ് ഞാൻ അത് എഴുതിയിട്ടുള്ളത്. അത് മറ്റുള്ള ആൾക്കാർക്ക് അങ്ങനെ അവർ നോക്കുമ്പോൾ രാമായണം വ്യത്യസ്തം, മഹാഭാരതം വ്യത്യസ്തം, ഋഗ്വേദം വ്യത്യസ്തം. പക്ഷേ എനിക്കതൊരു കണ്ടിന്യൂറ്റി ആയിട്ടാണ്, ഒരു തുടർച്ചയായിട്ടാണ് കിട്ടുന്നത്. കാരണം രാമൻ ഋഗ്വേദത്തിൽ 10-ാം മണ്ഡലത്തിലുണ്ട്, ശന്തനു 10-ാം മണ്ഡലത്തിലുണ്ട്. അപ്പം അവരുടെ തുടർന്നുള്ള കഥകളാണ് ഒന്ന് രാമായണം, രാമൻ്റെ തുടർന്നുള്ള കഥകൾ, അല്ലെങ്കിൽ വാൽമീകി രാമൻ്റെ തന്നെ രാജ്യത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു സന്യാസി ആയതുകൊണ്ട് രാമനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വാൽമീകിക്ക് സാധിക്കുകയും, ഇപ്പോൾ ഋഗ്വേദത്തിലുള്ള ഋഷികൾക്ക് അറിയാവുന്നതിനേക്കാളും കൂടുതൽ വാൽമീകി രാമനെക്കുറിച്ച് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു രാമനെക്കുറിച്ചുള്ള ഒരു കഥ വിപുലമായി എഴുതിയതാണ് വാൽമീകി രാമായണം. അപ്പോൾ അതിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 10-ാം മണ്ഡലത്തിൻ്റെ കാലഘട്ടം തന്നെയാണ്, ഋഗ്വേദത്തിൻ്റെ അവസാന കാലഘട്ടം തന്നെയാണ്. ആ അവസാന കാലഘട്ടത്തിൽ നിന്ന് ഒരു 50 വർഷം കൂടി രാമൻ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രാമൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഋഗ്വേദത്തിൻ്റെ 10-ാം മണ്ഡല കാലഘട്ടത്തിൽ അതിൽ നിന്ന് ഒരു 50 വർഷം കൂടി ചേർത്ത് കഴിഞ്ഞാൽ രാമൻ്റെ കാലഘട്ടം, പുള്ളിയുടെ ഒരു സരയൂ നദിയിൽ രാമൻ ഈ നിമജ്ജനം ചെയ്ത ഈ ലോകവാസം വെടിയുന്ന കാലഘട്ടം വരെയുള്ള ആ ഒരു കഥ, ജലസമാധി, ആ കഥ മുഴുവനും രാമായണത്തിൽ വാൽമീകി കുറിച്ചിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശന്തനുവിൻ്റെ കഥ, ശന്തനുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മഹാഭാരതത്തിലുള്ളൂ. പുള്ളിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളും, പിന്നെ ഭീഷ്മ പിതാമഹൻ, അതിനുശേഷം ഈ 2ാമത്തെ വിവാഹത്തിൽ സത്യവതി, ആ സത്യവതിയുടെ 2 പുത്രന്മാരിൽ ചിത്രാംഗതം, വിചിത്രവീര്യൻ, ആ വിചിത്രവീര്യൻ്റെ തലമുറകൾ, അതിൽ ഒന്ന് ഈ ഇത് വിചിത്രവീര്യന് കുട്ടികളുണ്ടായില്ല. അപ്പോൾ വ്യാസൻ അങ്ങനെ വന്നിട്ട് കുട്ടികളുണ്ടാവുകയും, പിന്നെ ഇത് ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിതുരൻ, അവരുടെ കുട്ടികൾ, അതായത് പാണ്ഡവന്മാരും കൗരവന്മാരും, ആ കഥ ആണ് വ്യാസൻ പറയുന്നത്. അപ്പോൾ അതിലും ഒരു തുടർച്ചയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഋഗ്വേദത്തിലെ പ്രധാനപ്പെട്ട ഋഷികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഋഷിവംശം വസിഷ്ഠ വംശമാണ്. ഇപ്പോൾ ഈ വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഏർലി ഋഗ്വേദ, അതായത് ഏറ്റവും ഈ 3300 BC മുതലുള്ള ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ മുതൽ വസിഷ്ഠ ഋഷിമാർ ഇങ്ങനെ ഇത് സൂക്തങ്ങൾ രചിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിൽ തന്നെ ഈ വസിഷ്ഠൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഋഷിയല്ല, അതൊരു 5-10 ഋഷികളുടെ എല്ലാവർക്കും ഒരേ പേരെന്ന് പറഞ്ഞാൽ അതൊരു കുലപ്പേരാണ്. ഇപ്പോൾ നടുമുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പേര് കാണും, അത് പക്ഷെ ഒരു വ്യക്തിയല്ല. അതുപോലെ വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആ കുലപ്പേരാണ്. അപ്പോൾ അതിൽ തന്നെ 10-ാം മണ്ഡലത്തിൽ ഒരു വസിഷ്ഠനുണ്ട്. ആ വസിഷ്ഠനാണ് രാമൻ്റെ കുലഗുരു എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഈ വസിഷ്ഠൻ്റെ പുത്രനായിട്ടുള്ള ശക്തി എന്ന് പറഞ്ഞ ഒരു ഋഷിയുണ്ട്. ആ ഋഷിയും രാമായണത്തിലുണ്ട്. അധികം പേര് ശ്രദ്ധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാമായണത്തിൽ സീതാപരിത്യാഗത്തിൻ്റെ സമയത്ത് സീതയുടെ ഒരു ഈ ഭൂമിയിൽ അപ്രത്യക്ഷ എന്ന് പറയുന്ന ഒരു അശ്വമേധ യാഗമുണ്ട്. ആ യാഗത്തിൽ ഈ വസിഷ്ഠൻ്റെ മകൻ ശക്തി രാമായണത്തിലുണ്ട്. ആ ശക്തിയുടെ പുത്രനാണ് പരാശരൻ.
ആ പരാശരനാണ് സത്യവതിയുടെ ആദ്യ ഭർത്താവ്. ആ പരാശരൻ്റെ മകനാണ് വ്യാസൻ. പിന്നെ സത്യവതി ശന്തനുവിനെ വിവാഹം കഴിക്കുകയും അതിൽ നിന്ന് ചിത്രാംഗതൻ വിചിത്രവീരൻ എന്ന് പറഞ്ഞ 2 പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രാമൻ്റെ കുലഗുരുവായ വസിഷ്ഠൻ്റെ ഒരു മകൻ്റെ മകൻ പരാശരൻ, ആ പരാശരൻ്റെ മകനാണ് വ്യാസൻ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് രാമായണത്തിൽ നിന്ന്, ഋഗ്വേദത്തിൽ നിന്ന്, രാമായണത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്കും ഒരു തുടർച്ച കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട റിസർച്ച് എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ. അതായത് ഈ ഋഗ്വേദത്തിൽ നിന്ന് ജിയോഗ്രഫി വ്യത്യാസപ്പെടുന്നുണ്ടോ രാമായണത്തിലേക്ക്? അപ്പോൾ അതാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇത് 10ാം മണ്ഡലം ആയതുകൊണ്ട് 10ാം മണ്ഡലം എന്ന് പറയുമ്പോൾ തന്നെ രാമൻ്റെ പകുതി കാലഘട്ടം അതിലുണ്ട്, ശന്തനുവിൻ്റെ പകുതി കാലഘട്ടം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കാര്യമായ വ്യത്യാസമില്ല. അപ്പോൾ അതിലാണ് നമ്മൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരു രാമായണത്തിലുള്ള ജോഗ്രഫി എന്ന് പറയുന്നതിനകത്ത് ഒരു പലതരത്തിലുള്ള ലെയറുകൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ രാമൻ്റെ കാലഘട്ടത്തിൽ തന്നെയുള്ള ആ കാലഘട്ടത്തിൽ തന്നെ വന്ന സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ലെയർ. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഋഗ്വേദം എന്ന് പറയുന്നത് ഒരു 1900 BC അല്ലെങ്കിൽ 10ാം മണ്ഡലത്തിലോടുകൂടി അത് കംപ്ലീറ്റ് ആയിട്ട് സംക്ഷിപ്തമായി, അതായത് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പിന്നെ അതിനകത്ത് എഡിറ്റൊന്നും പറ്റില്ല. അതിനകത്ത് കൂടുതൽ എഴുതി ചേർക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ അതിനെ ഒരു ഗ്രന്ഥമായിട്ട് അതിനങ്ങ് ഡിഫൈൻ ചെയ്തു. അത് വേദവ്യാസൻ തന്നെ ചെയ്തത്. വേദവ്യാസൻ എന്ന് പറഞ്ഞാൽ ഈ ഋഷി പരമ്പരയുടെ അവസാനത്തെ കണ്ണിയാണ് വേദവ്യാസൻ. വസിഷ്ഠ ഋഷികളുടെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് വേദവ്യാസൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വേദവ്യാസൻ ആ എല്ലാ സൂക്തങ്ങളെയും ക്രോഡീകരിച്ച് 10 മണ്ഡലങ്ങളൊക്കെ ആയിട്ട് അതിനെ അങ്ങനെ വേർതിരിച്ച് അങ്ങനെ ഋഗ്വേദത്തിനെ പൂർണ്ണമായിട്ടും പുള്ളി അതിനെ ക്രോഡീകരിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതാണ് വ്യാസൻ എന്നുള്ള പേരും പറയുന്നത്. പിന്നെ ഈ യജുർവേദം, സാമവേദം, അഥർവേദം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വെച്ചിട്ട് ഗീതമായിട്ട് ആലപിക്കാൻ വേണ്ടി സാമവേദം, പിന്നെ യജ്ഞത്തിന് യജിക്കാൻ വേണ്ടി യജുർവേദം, പിന്നെ അതുകൂടാതെ ബാക്കിയുള്ളതെല്ലാം കൂടി ചേർത്ത് അഥർവേദം, അങ്ങനെയൊക്കെ വേർതിരിച്ച് വെക്കുന്ന ഒരു വ്യക്തിത്വമാണ് വ്യാസൻ. അതുകൂടി അത് അവസാനിച്ചതിന് ശേഷം പക്ഷേ മഹാഭാരതം, രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 1000 വർഷത്തെ ഒരു പരിണാമം അതിന് സംഭവിച്ചു. ഋഗ്വേദത്തിന് ഇത് 3300 മുതൽ 1900 BC വരെ പരിണാമം വന്നല്ലോ. അതുപോലെ തന്നെ രാമായണം ആ കാലഘട്ടത്തിലാണ് ഉണ്ടാക്കിയത്. അതായത് ഇപ്പോൾ വാൽമീകി രാമൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന വ്യക്തിത്വം. വാൽമീകി അത് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ആളുകൾ അതിൽ എഴുതി അതൊരു ശുംഗഗുപ്ത കാലഘട്ടം വരെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അതുപോലെ മഹാഭാരതം വ്യാസൻ എഴുതിയതിനു ശേഷം പിന്നെ അതിനൊരു 1200 വർഷത്തെ ഒരു തുടർച്ചയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പിൽക്കാലത്ത് കുറച്ച് ഭൂമിശാസ്ത്ര അതിനകത്ത് മൗര്യ കാലഘട്ടത്തിലുള്ള കുറച്ച് കപ്പൽ യാത്രകളും പിന്നെ അതുപോലെ തന്നെ ഈ സൈബീരിയ വരെയുള്ള യാത്രകളൊക്കെ ഉണ്ട്. അതെല്ലാം രാമായണത്തിൽ പല പല ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ മഹാഭാരതത്തിൽ പല പല ഘട്ടങ്ങളിലൂടെ അവർ അത് എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രാമൻ്റെ കാലഘട്ടത്തിലുള്ള ഭൂമിശാസ്ത്രം. പിൽക്കാലത്ത് തുടർന്ന് ആളുകൾ ഇതിൻ്റെ ഈ പര്യടനങ്ങളുടെ ഭാഗമായിട്ട് കണ്ടെത്തിയ സ്ഥലങ്ങളൊക്കെ എല്ലാം അതിനകത്ത് ആഡ് ചെയ്ത് അങ്ങനെയുള്ള രാമായണമാണ് നമുക്ക് ഇന്ന് വായിക്കാൻ കിട്ടുന്നത്. അതുപോലെ മഹാഭാരതം അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ 3 ഗ്രന്ഥങ്ങളും രചിച്ച കാലഘട്ടത്തിൽ നിന്ന് പിന്നെ ഒരു 1500 വർഷത്തോളം അതിനൊരു എവല്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു പരിണാമം വന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറയുന്നത് കണ്ടംപററി ജോഗ്രഫി ഓഫ് രാമൻ്റെ കാലഘട്ടത്തിലുള്ള ജോഗ്രഫി, പിന്നെ അതിനുശേഷം മൗര്യകാലത്തിൽ എഴുതിയത്, ശുംഗകാലത്തിൽ എഴുതിയത്, ഗുപ്ത കാലഘട്ടത്തിൽ എഴുതിയത്, അങ്ങനെ 3-4 ലെയറുകൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് ഇനി നിങ്ങൾ ചോദിച്ച ഉത്തരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാമൻ്റെ കാലഘട്ടത്തിലുള്ള ജോഗ്രഫി ഋഗ്വേദ ജോഗ്രഫിയുടെ ആൾമോസ്റ്റ് 90% അത് തന്നെയാണ്. കാരണം രാമൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ ജീവിച്ച വ്യക്തിയാണ്. അതായത് പകുതി കാലഘട്ടം ഋഗ്വേദത്തെ കാലഘട്ടവും ബാക്കി പകുതി ഋഗ്വേദ അനന്തര കാലഘട്ടത്തിലാണ് രാമൻ ജീവിച്ചത്. ഇനി പാണ്ഡവരാണെന്നുണ്ടെങ്കിൽ പിന്നെയും ശന്തനുവിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ രാമൻ്റെ ഈക്വലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 3-4 തലമുറ കഴിഞ്ഞിട്ടാണ് പാണ്ഡവരുടെ കാലഘട്ടം. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചും കൂടി നീങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ഇവർ പാണ്ഡവരെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ അവരുടെ ഇപ്പോൾ ആട്രിബ്യൂഷൻ എന്ന് പറയില്ല. ഇപ്പോൾ രാമന് ഇപ്പോൾ യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ യമൻ്റെ പുത്രൻ, അല്ലെങ്കിൽ ഭീമൻ എന്ന് പറഞ്ഞാൽ വായു, പിന്നെ അർജുനൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, പിന്നെ നകുല സഹദേവന്മാർ അശ്വിനി ദേവൻ. ഇവരെല്ലാം ഋഗ്വേദ കാലഘട്ടത്തിലെ ദേവതകളാണ്. ഇവർ ഇപ്പോൾ ഈ രാമൻ പലരും ഇപ്പോൾ ഇടതുപക്ഷത്തുള്ള ആൾക്കാർ പറയും ഇപ്പോൾ മഹാഭാരതം എഴുതി പിടിപ്പിച്ചത് ഇത് ശുംഗകാലത്തിലാണെങ്കിൽ ഗുപ്ത കാലഘട്ടത്തിൽ എഴുതി പിടിപ്പിച്ചാണെന്ന് പറയും. അതെ, മഹാഭാരത യുദ്ധം 900 AD നടന്നതായിട്ടാണ് നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. BC യിലായിരിക്കും, 800 BC മുതൽ 600 BC അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഈ
പറഞ്ഞ ദേവതകൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല ആ കാലഘട്ടത്തിൽ. അല്ല, 90 AD എന്നാണ് തോന്നുന്നത്. 90 AD പഠിപ്പിച്ച ഞാൻ പഠിച്ചത് 600 BC ആ 800 BC-ലൊക്കെയാണ്. ആ ആ ആ. അതായത് ഈ ബുദ്ധന് കുറച്ച് നാൾ ഒരു 100 വർഷം മുമ്പ്, മുമ്പ് ശ്രീബുദ്ധന് 600 BC 500 BC ആണ്. അതിനും ഒരു 100 വർഷം മുമ്പ് രാമായണം മഹാഭാരതം എഴുതി പിടിപ്പിച്ചു. പിന്നെ അതുകൊണ്ട് ഗുപ്ത കാലഘട്ടത്തിൽ അതിന് 900 തെറ്റിപ്പോയത് 90. 400 AD എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ഗുപ്ത കാലഘട്ടത്തിലാണ് അതിന്റെ കംപ്ലീറ്റ് ഈ ക്ലോസർ വന്നത്. ഓക്കെ. അപ്പോൾ അത് കാരണം 400 AD എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതെന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ദേവതകളൊന്നും പ്രാധാന്യത്തോടുകൂടി പറയില്ല. ഇത് ഋഗ്വേദ കാലഘട്ടത്തിലുള്ള ദേവതകളാണ്. യമൻ, അല്ലെങ്കിൽ പിന്നെ വായു, ഇന്ദ്രൻ, അശ്വിനി ദേവന്മാരെ, ഇവർക്ക് ഇപ്പോൾ പ്രാധാന്യം നഷ്ടപ്പെട്ട കാലഘട്ടമാണ് ഈ 800 BC-യും 400 AD-യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ വിഷ്ണു ആരാധനയിലേക്കും ശിവാരാധനയിലേക്കും, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ പുത്രനോ ശിവന്റെ പുത്രനോ അല്ലെങ്കിൽ ഗണപതിയുടെ പുത്രനൊക്കെ പറയേണ്ടി വരും. അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം കൃത്യമായിട്ട് ഋഗ്വേദ കാലഘട്ടത്തിലുള്ള ആളുകളായിട്ടാണ് റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് മഹാഭാരതത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഋഗ്വേദത്തിൽ നിന്നൊരു 100, അത്രയേ ഉള്ളൂ, ഒരു 100 വർഷത്തിലും 150 വർഷത്തിലേക്ക് അപ്പുറത്തേക്ക് അതിന് നീട്ടാൻ പറ്റില്ല. ഇപ്പോൾ ഋഗ്വേദം എവിടെയാണോ അതിൽ നിന്നൊരു 100 വർഷം 150 വർഷം ഇത് ഭാവി കാലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മഹാഭാരത കാലഘട്ടമായി. രാമന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കൃത്യം ആ ഇന്റർസെക്ഷനിലാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതായത് 10ാം മണ്ഡലത്തിൽ തന്നെയുള്ള വ്യക്തിയാണ് രാമൻ. ഇപ്പോൾ നമ്മൾ ഋഗ്വേദത്തിൽ നമുക്ക് യുധിഷ്ഠിരനെ കുറിച്ചോ അല്ലെങ്കിൽ ഭീമനെ കുറിച്ച് അങ്ങനെ അവരെക്കുറിച്ചൊന്നും അറിയില്ല. കാരണം അവരെല്ലാം അതിൻ്റെ ഭാവിയിലാണ്. ശന്തനുവിനെ കുറിച്ച് അറിയാം, കാരണം ശന്തനു ആ സമയത്താണ് ജീവിച്ചിരുന്നത്. അപ്പോൾ വേദം തുടങ്ങിയ കാലഘട്ടം എന്ന് പറയാൻ നമുക്കൊരു വർഷം പറയാൻ കഴിയുമോ? അത് ഈ 3300 BC എന്നാണ് നമ്മളൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്നത്. അത് കാരണം ഏർലി ഹാരപ്പൻ പീരീഡും 3300 BC മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 5000 വർഷമൊക്കെ പറയുന്നുണ്ടല്ലോ അതാണ്. അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ആര്യൻ ഇൻവേഷൻ തിയറി എന്ന് പറയുന്നൊരു എതിർ ദിശയിലുള്ള ഒരു ഡിസ്റ്റോർഷനാണ്. അതായത് കംപ്രസ് ചെയ്യുന്ന ജോഗ്രഫി, നമ്മൾ ക്രോണോളജിനെ കംപ്രസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആര്യൻ ഇൻവേഷൻ തിയറി. അത് എല്ലാം ഇപ്പോൾ നടന്ന വസ്തുതേനെ ഒന്ന് വല്ലാതെ ചുരുക്കിയിട്ട് അതൊക്കെ 1500 BC മുതൽ സ്റ്റാർട്ട് ചെയ്തു 1000 BC-യിൽ അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചുരുക്കി പറയുന്നതാണ് നമ്മുടെ ഈ ആര്യൻ ഇൻവേഷൻ തിയറി. അതിന് റിയാക്ഷനായിട്ട്, അതായത് ഇങ്ങനെ ഒരാൾ ചുരുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർ പറയും ഇല്ല അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറയും. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഈ ഒരു മെൻ്റൽ ഇതുണ്ട്, പ്രഷറുണ്ട്. അതായത് എൻ്റെ ചരിത്രം മുഴുവൻ ചുരുക്കി ഇത്രയും ചെറുതാക്കി, അപ്പം ഞാനിതിന് വലുതാക്കണം. അപ്പോൾ അങ്ങനെ ഒരു ആശയത്തിലാണ് കുറേ ഒരു നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് റിസർച്ചേഴ്സ് എടുത്തിട്ട് ഇതിനെ ഒരു പ്രത്യേകിച്ച് കൂടുതൽ പഠനങ്ങളൊന്നും നടത്താതെ 75000 BC മുതൽ പറയുന്നുണ്ട്. 75000 BC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ വെങ്കലം, ബ്രോൺസ് ഏജ് ആയിട്ടുള്ള ഒരു സാധനമില്ല. ഇപ്പോൾ ഋഗ്വേദത്തിൽ മുഴുവൻ പറയുന്നത് ബ്രോൺസ് ഏജ് ആണ്. അതായത് തുടങ്ങിയെന്ന് തോന്നുന്നില്ല. ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ് ആയിട്ട് കഴിയുന്ന ഹണ്ടർ ഗ്യാദറർ ആണ് ആ സമയത്ത്. ഇപ്പോൾ ഈ 10000 BC-യിലാണ് നമ്മുടെ ഈ ഐസ് ഏജ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യന് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഹോളോസീൻ പീരീഡ് എന്ന് പറയും. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ സരസ്വതി പോലുള്ള നദികൾ, ഈ സരസ്വതി, പിന്നെ 7 നദികളുണ്ട്, ഈ ഗംഗ, യമുന, സരസ്വതി, പിന്നെ സുദുദ്രി, സത്ലജ്, പിന്നെ വിപാശ്, ബിയാസ്, പിന്നെ അതുപോലെ പരുഷ്ണി, അതായത് രാവി റിവർ, പിന്നെ അസിഗ്നി എന്ന് പറയുന്നത് ചെനാബ്, ചന്ദ്രഭാഗ, പിന്നെ വിതസ്ത കാശ്മീരിലെ നദി, പിന്നെ സിന്ധു. ഈ 7 നദികളിൽ നിന്ന് പിന്നെ ഈ 10000 BC ഒരു ഐസ് ഏജ് സമയത്ത് ഇതെല്ലാം ഫ്രോസ്റ്റായിട്ട് തണുത്തുറഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഈ തണുത്തുറഞ്ഞ് കിടക്കുന്ന ഈ നദിയിൽ നമ്മൾ ഐസ് തണുത്ത് കിടന്ന ഒരു പാമ്പിനെ പോലെ ഇരിക്കും. അതാണ് വൃത്രൻ എന്നെല്ലാം പറയുന്നത് ഋഗ്വേദത്തിൽ. അപ്പോൾ ഇന്ദ്രൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ വൃത്രനെ ഒഴിവാക്കി ആ നദികളെ ഒഴുക്കുക എന്നുള്ളതാണ്. വൃത്രൻ ഉള്ളിടത്തോളം കാലം നദികൾ ഒഴുകില്ല. അതായത് നമ്മുടെ ഈ ഐസ് ഏജ് കാലഘട്ടത്തിലുള്ള ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. അതാണ് ഋഗ്വേദത്തിലുള്ള ഏറ്റവും പഴയ മെമ്മറി എന്ന് പറയുന്നത്. ഏറ്റവും പണ്ടുണ്ടായിരുന്ന ഒരു ഓർമ്മ. ആ ഓർമ്മയാണ് നമ്മൾ ഇതിനകത്ത് ഋഗ്വേദത്തിൽ ഇന്ദ്രൻ്റെ കഥകളായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒരു 10000 BC വരെയൊക്കെ നമുക്ക് പറയാം. ഈ ഇന്ദ്രൻ എന്നുള്ളൊരു വ്യക്തിയാണോ അതോ ദേവതയാണെന്നുള്ളതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇത് പൊതുവേ നമ്മുടെ ദേവതാ സങ്കല്പങ്ങളിനകത്ത് വ്യക്തിത്വം കടന്നുകൂടും. ഒരു വ്യക്തിയും ഉണ്ടാവും, അതുപോലെ ദേവതാ സങ്കല്പം എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ദേവതാ സങ്കല്പങ്ങളെല്ലാം. അപ്പോൾ ഏതോ ഒരു വ്യക്തി അങ്ങനെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നദികളിനകത്തുള്ള ഐസ് ഉരുകി അതിൽ നിന്ന് വെള്ളം മറ്റേ നദിയായിട്ട് ഒഴുകുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഓർമ്മയിലാണ് ഇന്ദ്രനാണ് ഈ വജ്രായുധം ഉപയോഗിച്ചിട്ട് വൃത്രനെ കൊന്ന് ആ നദികൾ മുഴുവൻ ഒഴുക്കി എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഋഗ്വേദത്തിൻ്റെ ഏർലി ഈ 3-4 ഈ 6-3-4-6-3-7 മണ്ഡലങ്ങൾ, അതാണ് ഏറ്റവും ഓൾഡസ്റ്റ്. 3300 BC മുതലുള്ള ആ എഴുത്തുകളിൽ അതുണ്ട്. അപ്പോൾ അവർ റെഫർ ചെയ്യുന്ന കാര്യങ്ങൾ 10000 BC-യിലുള്ള കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ അത് നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ ഹിമാലയ പർവ്വതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും ഐസ് ഏജ് കഴിഞ്ഞതിന് ശേഷം ഹിമാലയ പർവ്വതത്തിൽ എങ്ങനെയാണോ മറ്റേ തണുപ്പ് കുറഞ്ഞതിന് ശേഷം കുറച്ച് നദികൾ ഒഴുകി തുടങ്ങിയത് അതിനാണ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ കൃഷി, പിന്നെ അതിനുശേഷം കൃഷിയെല്ലാം ചെയ്തു. പിന്നെ ഈ വെങ്കലം ഉപയോഗിച്ചുള്ള ബ്രോൺസ് ഏജ് വെപ്പൺസ്, പിന്നെ പണ്ട് കാലത്തുണ്ടായിരുന്ന രഥങ്ങളുണ്ട്, അതിൽ കുതിരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന കാളയാണ്. അതെല്ലാം കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഈ ഋഗ്വേദത്തിലെ ആദ്യത്തെ മണ്ഡലങ്ങളിലുണ്ട്. അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ഇൻഡസ് വാലിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കാണാം കാള ഉപയോഗിച്ചിട്ടുള്ള തിയറികൾ. അപ്പോൾ ഇതിലെല്ലാം കൃത്യമായിട്ട് നമ്മൾ ആ ടെക്നോളജിക്കൽ എവല്യൂഷൻ, രഥങ്ങളുടെ എവല്യൂഷൻ കൃത്യമായിട്ട് ഇൻഡസ് വാലി കാണുന്ന അതേപോലെ തന്നെ ഋഗ്വേദത്തിലും കാണാം. പിന്നെ ഒരു 10ാം മണ്ഡലത്തിനോട് അടുത്ത് കഴിയുമ്പോൾ കുതിര ഉപയോഗിച്ചുള്ള തേരിനെ കുറിച്ചും വ്യക്തമായിട്ട് തന്നെ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ കുതിര ഉപയോഗിച്ചുള്ള തേരുകൾ അത് തന്നെ നമുക്ക് പണ്ട് പറയും കുതിരയില്ല എന്ന് പറയും ഇൻഡസ് വാലി, ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അതായത് 2200 BC മുതൽ അങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുതിരനെ കുറിച്ച് സംബന്ധിക്കുന്നതായിട്ടുള്ള മറ്റേ ഒരുപാട് ചിഹ്നങ്ങളും കാര്യങ്ങളും മറ്റേ എല്ല് ഇതുവരെ മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ കുതിരയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ നമ്മുടെ ചെസ്സില്ലേ, ചെസ്സിനകത്തൊരു കുതിരയുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ലോത്താലിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. 2600 BC ആണ് അതിൻ്റെ ഡേറ്റ്. അങ്ങനെ ഒരു ചെസ് ഉണ്ടാക്കണമെങ്കിൽ കുതിരയെ കാണാതെ പറ്റില്ലല്ലോ. ഈ കുതിരയുടെ ആ ഒരു രൂപം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാണുന്ന അതേപോലെ തന്നെ ആയിരിക്കും കണ്ടു കഴിഞ്ഞാൽ. ഈ ചെസ്സിനെ കളിക്കുമ്പോൾ കുതിരയുടെ രൂപം ഉണ്ടല്ലോ, ആ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് 2600 BC എന്തായാലും കുതിര ഉണ്ടായിരുന്നു. അത് ഇൻഡസ് വാലിയിൽ നമുക്ക് അതിൻ്റെ ഐക്കണോഗ്രാഫിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോത്താൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. അത് ലോത്താൽ എന്ന് പറഞ്ഞാൽ ഇൻഡസ് വാലി സൈറ്റ് തന്നെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഇൻഡസ് വാലിയിൽ കുതിരയില്ല എന്നുള്ള വാദം പൂർണ്ണമായും പൊളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് ആരും പറയുന്നില്ല. പിന്നെ നമ്മുടെ കേരളത്തിലൊക്കെ കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഈ പഴയ കാര്യങ്ങൾ പാടം പാടുന്ന പാട്ട് പാടുന്ന പോലെ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും കുതിരയെല്ലാം ഉണ്ട്, കുതിരയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. അത് തന്നെ ഋഗ്വേദയിലും കാണാം. ഋഗ്വേദയിലും ഒരു 2600 BC ശേഷം എഴുതപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. അതായത് 5ാം മണ്ഡലം, 8ാം മണ്ഡലം, പിന്നെ 9, 10 ഇതെല്ലാം 2600 BC എഴുതിയ മണ്ഡലങ്ങളാണ്. ഇതിലെല്ലാം കുതിര വ്യക്തമായിട്ടുണ്ട്. കുതിര ഉപയോഗിച്ചിട്ടുള്ള തേരോട്ടം, മത്സരങ്ങൾ, അവിടെ ഒരു മത്സരം നടത്തും, കുതിര ഓടിച്ചിട്ട് രാജാക്കന്മാർ മത്സരം നടത്തുന്ന വ്യക്തമായ രീതിയിൽ നല്ലൊരു എന്താ പറയുക, ഒരു വർണ്ണാഭമായിട്ടുള്ള ഒരു വിവരണങ്ങളെല്ലാം നമുക്ക് ഋഗ്വേദത്തിൽ കിട്ടും. അപ്പോൾ ആ ടെക്നോളജി ട്രാൻസിഷൻ, അതായത് കാള വെച്ചിട്ടുള്ള തേരുകൾ പിന്നെ കുതിരത്തേരായി മാറുന്നത് മുഴുവൻ അങ്ങനെ തന്നെ ഋഗ്വേദയിലുണ്ട്. പിന്നെ വെങ്കലം ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ കുറേശ്ശെ ഈ ഇരുമ്പ് ചേർത്തിട്ട് അതിനകത്ത് ഇരുമ്പ് ചേർത്ത് ഉപയോഗിക്കുന്നത്, അതിനെയാണ് ഇരുമ്പ് ചേരുമ്പോൾ അതിനൊരു കറുത്ത നിറം വരും, അതിനെ കൃഷ്ണായസ് എന്ന് പറയും. ഇരുമ്പ് ചേരാതിരിക്കുമ്പോൾ അതിന് ചുവന്ന നിറമായിരിക്കും. അതാണ് ലോഹ അല്ലെങ്കിൽ ലോഹിത എന്നൊക്കെ പറയുന്നത്. ലോഹ എന്ന് പറഞ്ഞാൽ കോപ്പറാണ് ശരിക്കും പറഞ്ഞത്. നമ്മളിപ്പോൾ ലോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ എല്ലാ തരത്തിലുള്ള മെറ്റൽസും പെടും. പക്ഷെ ആദ്യ കാലഘട്ടത്തിൽ ലോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുവന്നിരിക്കുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. ചുവന്നിരിക്കുന്നത് ഈ കോപ്പറാണ്. അതിനെ നമ്മൾ അയസ് എന്നും പറയും. ആ അയസ് എന്നുള്ള ഇത് മെറ്റലാണ് ഋഗ്വേദത്തിൽ കൂടുതലും പറയുന്നത്. അവസാനം വരെ അങ്ങനെ തന്നെയാണ്. പിന്നെ യജുർവേദത്തിലാണ് കൃഷ്ണായസ് എന്ന് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഈ യജുർവേദ കാലഘട്ടത്തിലാണ് നമുക്ക് ഇരുമ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത്. രാമായണത്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്, യജുർവേദത്തിലുണ്ട്, അഥർവേദത്തിലുണ്ട്. ഋഗ്വേദത്തിലില്ല. അപ്പോൾ ഋഗ്വേദത്തിലാകെ അയസ് മാത്രമേ ഉള്ളൂ, അതായത് കോപ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഋഗ്വേദ കാലഘട്ടമാണ് ബ്രോൺസ് ഏജ് എന്ന് നമ്മൾ പറയുന്നത്. ബ്രോൺസ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വെങ്കലം ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളാണ്. അമ്പാണെങ്കിലും വില്ലാണെങ്കിലും എല്ലാം വെങ്കലം ഉപയോഗിച്ച്, രഥത്തിൻ്റെ ചക്രമാണെങ്കിലും അതിൽ മറ്റേ മരത്തിൻ്റെ ആയിരിക്കും ചക്രം, പക്ഷെ അതിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ് മുഴുവനും വെങ്കലമായിരിക്കും അല്ലെങ്കിൽ കോപ്പറായിരിക്കും. അപ്പോൾ അത് പിൽക്കാലത്ത് ഇരുമ്പ് അത് ഉപയോഗിച്ച് തുടങ്ങിയത് രാമൻ്റെയും കൃഷ്ണൻ്റെയും പാണ്ഡവന്മാരുടെയും കാലഘട്ടത്തിലാണ്. ആ സമയത്ത് തന്നെ യജുർവേദത്തിൻ്റെയും പിന്നെ അഥർവേദത്തിലും ഈ പറഞ്ഞ ഇരുമ്പ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി മറ്റുള്ള ആൾക്കാർ പറയുന്നതനുസരിച്ച് 75,000 BC പോകണ്ട, ഇനി 1500 BC പോകണ്ട. കൃത്യമായിട്ട് ഈ ഒരു ടെക്നോളജി എവല്യൂഷൻ നോക്കിയാൽ തന്നെ അതിൻ്റെ ഋഗ്വേദത്തിൻ്റെ കാലഘട്ടം കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഏതായാലും നമുക്ക് സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് പലപ്പോഴും അറിവില്ല, നമുക്ക് അറിയാനും കഴിയാറില്ല. വലിയൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഈ സംഭാഷണത്തിൽ കൂടെ ഇപ്പോൾ മാറുന്നത് എന്നുള്ളതാണ്. വളരെയധികം നന്ദി സർ. ശരി.